വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഞങ്ങളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നല്ലൊരു കഥയാണ് കേട്ടോ. ഈ കഥ ഞാനൊന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടും കേട്ടോ. ഞാൻ ഹിന്ദി വലുതായിട്ട് ഓൺലൈനായിട്ട് എടുക്കുന്നില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്കറിയാമല്ലോ, മലയാളം, ഇംഗ്ലീഷ്, കൂടുതലും സോഷ്യലും സയൻസും മാത്സും ഒക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൻ്റെയും 6ാം ക്ലാസ്സിൻ്റെയും 7, 8ൻ്റെയും സയൻസ്, സോഷ്യൽ, മാത്സിൻ്റെ ഫുൾ നോട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളുടെയൊക്കെ ഇളയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കൊന്ന് കൊടുത്തേരെ കേട്ടോ, അല്ലെങ്കിൽ അടുത്തുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേരെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഹിന്ദിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഞാൻ ഹിന്ദി ഞാൻ പറയില്ലേ, പൊതുവെ എടുക്കാറില്ല, ഓൺലൈനായിട്ട്, ഓഫ്ലൈൻ ഉണ്ട്. അപ്പം കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു ഹിന്ദി ഒന്ന് ഇടണേന്ന്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാൻ ഇടുന്നത്. നമ്മുടെ പാഠം എന്ന് പറഞ്ഞാൽ ഹിന്ദിയുടെ ഒന്നാമത്തെ ഛട്പട് നട്ഖട് എന്ന് പറയുന്ന ഛട്പട് നട്ഖട് എന്ന് വെച്ചാൽ 2 കുഞ്ഞുങ്ങളുടെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 കുട്ടികളുടെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ കുഞ്ഞിലെ, ഞങ്ങളുടെയൊക്കെ ഇതിൽ കുട്ടിക്കാലത്ത് സ്കൂളിൽ നമ്മളൊക്കെ എല്ലാം അല്ല കുഞ്ഞിലെ സ്കൂളിൽ പോകത്തില്ലേ. അപ്പോൾ ഇങ്ങനെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന അതുപോലെ ഒരു കഥയാണ് ഇതിനകത്തിലും പറയുന്നത് കേട്ടോ. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ ഇപ്പം ഞങ്ങളൊക്കെ പോകുന്ന ഗ്രാമങ്ങളിൽ, നമ്മളെല്ലാം ഒരുവിധം എല്ലാം ഗ്രാമങ്ങളിലാണ് അല്ലേ. ഈ ഗ്രാമങ്ങളിലെ സ്കൂളുകളിലേക്ക് മൂത്തതും ഇളയതും അല്ലേ, ചേട്ടനും അനിയനും അല്ലേ സ്കൂളിലോട്ട് പോകുമ്പോൾ പോകുന്ന വഴിയിലുള്ള കുറേ കുസൃതികളും അങ്ങനെ ഈ 2 പേരും തങ്ങളുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നിഷ്കളങ്കതയുടെയും ഒക്കെ ഒരു കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പറയുന്നത് കേട്ടോ. പാഠത്തിൻ്റെ മലയാളം ഞാനൊന്ന് പറയാൻ കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾക്ക് ആ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും അല്ലേ. ഈ കഥ ഹിന്ദിയിൽ നമുക്ക് നമ്മൾ ഹിന്ദി ഒന്നും വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലേ. നമ്മൾ നാട്ടിൻപുറത്ത് താമസിക്കുന്ന നമ്മൾ എങ്ങനെ ഹിന്ദി, അല്ലെങ്കിൽ നമ്മളവിടെ പോകണം അല്ലേ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകണം. നമ്മളിതൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളെ അറിയാം. അതുകൊണ്ട് തന്നെ ഹിന്ദിയൊന്നും വലുതായിട്ടൊന്നും വായിക്കാനും എഴുതാനൊന്നും അറിയത്തില്ല, അതല്ലയോ സത്യം. അപ്പം ഞാൻ ഈ പറയുന്ന കഥ നിങ്ങളങ്ങ് കേൾക്കണം. കഥ കേട്ടിട്ട് അതിനകത്തുനിന്ന് ആരെവിടെ പോയി, അയാൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ പറയുന്ന കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനകത്തിൽ ഈ എഴുതിയത് ആരാന്നറിയാവുന്നില്ല, പ്രശസ്ത ഹിന്ദി സാഹിത്യകാരനും ഒരു പത്രപ്രവർത്തകനുമായിരുന്ന രമേശ് ഉപാധ്യായയുടെ കഥയാണ് ഛട്പട് ഓർ നട്പട് എന്ന് പറയുന്നത് കേട്ടോ. സഹോദരന്മാരായ നട്പടും കൂടെ സ്കൂളിൽ പോകുന്നതും വരുന്നതും അവരൊരുമിച്ചായിരുന്നു. മൂത്ത കുട്ടിയായ ഛട്പട് 5ാം ക്ലാസ്സിലും, അത് ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ, ഇതൊരു ഇൻട്രോ ഞാൻ പറയുന്നതാണ്. മൂത്ത കുട്ടിയായ ഛട്പട് 2 പേരാണ് കേട്ടോ, നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട് 2 പേരുടെയും. ഏതാണ് ഛട്പട് നട്ഖട് കണ്ടോ, 2 പേര്. അതിൽ ഈ ഛട്പട് എന്ന് പറയുന്ന എത്രയിലാണ്, 5ാം ക്ലാസ്സിലും, പിന്നെ ഇളയവൻ നട്ഖട് എത്രയാണ്, 3ാം ക്ലാസ്സിലുമാണ് കേട്ടോ. ഛട്പട് 5ാം ക്ലാസ്സിലും നട്ഖട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ദൂരെ ഗ്രാമത്തിലെ സ്കൂളിലേക്കുള്ള യാത്രയിൽ ഈ ഛട്പട് വളരെ വേഗത്തിലും നട്ഖട് വളരെ പതുക്കെയുമാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഛട്പട് അമ്മയോട് എന്ന് പരാതി പറയാമായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയാം, അമ്മ അനിയൻ പതുക്കെ നടക്കത്തുള്ളൂ അല്ലേ, അനുജനെ ശ്രദ്ധിക്കേണ്ടത് ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അമ്മ പറയുന്നതാണ്. ഈ നട്ഖട് ഒരു കുസൃതി കുട്ടനായിരുന്നു കേട്ടോ. സ്കൂളിൽ നിന്നുള്ള മടക്കയാത്രയിൽ പാലത്തിൻ്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് നോക്കുക, പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള കുരുപ്പ് പിടിച്ച് വരണമായിരുന്നു അല്ലേ. വയലിൽ ഇറങ്ങുക, വഴിവെക്കിലെ തോട്ടങ്ങളിൽ നിന്ന് മാങ്ങയും പേരക്കയൊക്കെ പൊട്ടിച്ചെടുക്കുക തുടങ്ങിയ വികൃതിത്തരങ്ങൾ മൊത്തം ഇളയ നട്ഖടിന് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം ഈ നട്ഖട് പുഴക്കരയിലെ കടലാസ് വള്ളങ്ങൾ ഒഴുക്കി വിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇളയ കുരുത്തം കെട്ട എന്നാണ് കുരുപ്പ് പിടിച്ചത്. ഒരു പുഴക്കരയുടെ അതിലേക്കൂടെ ആ സ്കൂളിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് വള്ളത്തിലുണ്ടല്ലോ, പേപ്പറൊക്കെ കുറിച്ച് വള്ളം വിട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കാലം എഴുതി അവൻ വെള്ളത്തിൽ വീണു. ഇത് കണ്ട ഛട്പട് നദിയിലേക്ക് ചാടി വീണ് നീന്താൻ അറിഞ്ഞുകൂടാത്ത ആ അനുജനെ രക്ഷപ്പെടുത്തുന്നതും വെള്ളത്തിൽ വീണ കാര്യം അമ്മയെ അറിയിക്കാതെ നട്ഖട് ചേട്ടനോട് പറയുന്നതും ഒക്കെയാണ്. നമുക്കത് വിശദമായിട്ട് ഞാനത് ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. ഇനി നമ്മുടെ കഥയെ അടിസ്ഥാനമാക്കി ഇതിനെ എങ്ങനെ പറയാമെന്നാണ് കേട്ടോ. കഥയെ അടിസ്ഥാനമാക്കി എങ്ങനെ പറയാൻ തോന്നിയെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏക് ഥാ ഛട്പട് എന്ന് പറയുന്ന ആ സെൻറ്റൻസ് നിങ്ങൾ ഹിന്ദി പുസ്തകം ഒന്ന് നോക്കണേ. ഞാൻ എൻ്റെ മലയാളം പറഞ്ഞുതരാം കേട്ടോ. അതായത്
ഒരാള് ചട്പടും, നമ്മുടെ ആ കഥയ്ക്കകത്തിലെ കേട്ടോ, ഞാനിത് ചുരുക്കി നിങ്ങളോട് അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ അകത്തിലെ മലയാളം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് ചട്പടും മറ്റേയാള് നട്ഖഡുമായിരുന്നു. ചട്പട് ജ്യേഷ്ഠനും നട്ഖഡ് അനുജനുമാണ്. മൂത്തത് വിളയതെന്ന് ഞാൻ പറഞ്ഞില്ലേ, 2 വയസ്സിൻ്റെ വ്യത്യാസമായിരുന്നു. എന്ന് വെച്ചാൽ മൂത്ത ആൾക്ക് 5ാം ക്ലാസ്സിലും ഇളയാള് 3ാം ക്ലാസ്സിലുമായിരുന്നു ഇവർ തമ്മിൽ അല്ലേ. ചട്പട് 5ാം ക്ലാസ്സിലും നട്ഖഡ് 3ലും ആയിരുന്നു പഠിച്ചിരുന്നത്. രണ്ടുപേരും ഒന്നിച്ചായിരുന്നു സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്തിരുന്നത്. കേട്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവർ രണ്ടുപേരും കൂടെ, മൂത്ത ആള് 5ാം ക്ലാസ്സിലും ഇളയാള് 3ാം ക്ലാസ്സിലുമാണ് പോകുന്നത്. മൂത്തതും ഇളയതും കൂടെ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ. അതൊക്കെയാണ്. ഇനി ദൂരെയുള്ള ഗ്രാമത്തിലായിരുന്നു അവരുടെ സ്കൂള്. അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെയായിരുന്നു അവരുടെ സ്കൂള്. രണ്ടുപേരും നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. ഈ പോകുന്ന വഴിയിൽ അവർക്ക് പല കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു. നമ്മളെല്ലാം സ്കൂളിൽ പോകും, നമുക്ക് ഇപ്പോൾ 15 അല്ലേ, 100-ൽ 95% ആൾക്കാരും ബസ്സിനാണ് പോകുന്നത്, സ്കൂൾ ബസ്സിനാണ് പോകുന്നത് അല്ലേ. ബാക്കിയുള്ളതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നടന്നു പോകുന്നത് അല്ലേ. രണ്ടുപേരും, പക്ഷേ ഇവർ രണ്ടുപേരും നടന്നാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. പോകുന്ന വഴിയിൽ അവർക്ക് പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞിരുന്നു. കുളം, ആൽമരം, വയല്, തോട്ടങ്ങൾ, തോട്, നദി, അങ്ങനെ പലതും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ എല്ലാം ഹിന്ദി നിങ്ങളുടെ ടെസ്റ്റിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഹിന്ദി കുറേയൊക്കെ ഞാനിവിടെ എഴുതി തന്നിട്ടുണ്ട്, ഞാനത് വായിച്ചു തരാം. ഇപ്പം ഞാൻ ഈ കഥ പറയുകയാണ്. എന്തൊക്കെ അവർ കണ്ടു, ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാങ്കിൽ നിങ്ങൾക്ക് എഴുതിക്കൂടാ? എന്താ ആ കുട്ടികൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. എന്തൊക്കെയാ? കുളം, അപ്പോൾ കുളത്തിൻ്റെ ഹിന്ദി പഠിക്കണം. ഇതൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുളമുണ്ട്, ആൽമരമുണ്ട്, വയലുണ്ട്, തോട്ടങ്ങൾ, തോട്, നദി, അങ്ങനെ പലതും. തിരികെ വരുമ്പോഴും വഴിയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു വരുന്നു. അപ്പം എന്നാൽ പോകുന്ന വഴിയല്ലേ തിരിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം അവരിങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും കണ്ടു തുടങ്ങി പല കാര്യങ്ങളും അങ്ങനെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഹിന്ദിയുടെ നിങ്ങൾ ടെസ്റ്റ് പുസ്തകം എടുത്തോണേ നിങ്ങളെ, അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന അർത്ഥമാണ് ഈ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചട്പട് തേസ് എന്ന് പറയുന്ന ആ പാരഗ്രാഫിൽ പറയുന്നത്, ഈ ചട്പട് വളരെ വേഗത്തിലായിരുന്നു നടന്നിരുന്നത്. മൂത്ത കുട്ടി അല്ലേ, മൂത്ത വലിയ ആളായതുകൊണ്ട് അയാൾ ഏറ്റവും സ്പീഡിൽ ഫ്രണ്ടിൽ അങ്ങ് നടന്നു പോകും അല്ലേ. എന്നാൽ ഈ നട്ഖഡ് വളരെ പതുക്കെയായിരുന്നു പോയത്. അങ്ങനെ ഈ ചട്പട് ആൽമരം വരെ എത്തുമ്പോൾ ഈ നട്ഖഡ് കുളം വരെ എത്തുകയുള്ളൂ. എന്ന് വെച്ചാൽ കുറച്ച് ആ പടത്തിനകത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അല്ലേ, ഒരുപാട് മുന്നിലും പുറയിലുമായിട്ടായിരുന്നു ഇവർ പോയിക്കൊണ്ടിരുന്നത്. ചട്പട് നദിക്കരയിൽ എത്തുമ്പോൾ ഈ നട്ഖഡ് തോട് വരെ എത്തുകയുള്ളൂ. അനിയനായ നട്ഖഡിനെ ശ്രദ്ധിക്കണമെന്നും ഒപ്പം തന്നെ കൊണ്ടുപോകണമെന്നും നടക്കണമെന്നുമൊക്കെ അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു വിടുമ്പം മൂത്ത ആളോട് പറയും, വിടാം, നീ പോകുമ്പോൾ ആണ്ടി ഈ കുരുത്തം കെട്ടത് എന്താ, ചിലപ്പോൾ എടുത്ത് വെള്ളം കാണുമ്പോൾ ചാടും, വയൽ കാണുമ്പോൾ ചാടും, ഈ കുരുപ്പ് പിടിച്ചേനെ നീ നോക്കിക്കോണേ കേട്ടോ, ഗ്രഹണി പിടിച്ചേനെ നോക്കിക്കോണേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിടത്തില്ലേ. കുരുപ്പ് പിടിച്ചതാ നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞു വിടും. അങ്ങനെ അതുകൊണ്ട് മുന്നേ പോകുമ്പോഴും നമ്മുടെ മൂത്ത കുട്ടിയായ ചട്പട് പുറകിലോട്ട് എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടായിരുന്നു വരുന്നത്. കാരണം ഇവരെന്തോ കാണിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ നട്ഖലിനെ വിളിച്ച് വേഗത്തിൽ നടക്കാൻ പറയേണ്ടി എപ്പോഴും പറയട്ടെ, നീ വേഗം നടന്നു വാ എന്ന് ഈ ചേട്ടൻ്റെ പേര് ചട്ഖഡ്, ഇളയത് നട്ഖഡ് കേട്ടോ, ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു. ഇടയ്ക്കിടെ അനിയനെ കാത്ത് നിൽക്കേണ്ടിയും വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വളവും തിരിവും ഒക്കെ വരുമ്പോൾ എന്താ, ഇത് പുറകെ നിരങ്ങി വരണ്ടേ അല്ലേ, വരുമായിരുന്നു. ചിലപ്പോഴൊക്കെ സ്കൂളിലെത്താൻ വൈകുമെന്ന് കണ്ട് ഈ നട്ഖലിൻ്റെ കൈ പിടിച്ച് ഓടേണ്ടിയും വരുമായിരുന്നു കേട്ടോ. ഈ കുരുത്തം കെട്ടത് താമസിക്കുമ്പോൾ എന്താണ്, ചിലപ്പോഴൊക്കെ ഇവൻ്റെ കൈക്ക് പിടിച്ച് ഓടേണ്ടിയുണ്ട്, ആ പടത്തിൽ കൊടുത്തിട്ട് ഓടേണ്ടി വരുമായിരുന്നു. അങ്ങനെ എന്താണ്, വിഷമം കൊണ്ട് ഈ ചട്പട് അമ്മയോട് ഇങ്ങനെ പരാതി പറയുമായിരുന്നു. അമ്മേ, ഈ നട്ഖഡ് എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് അമ്മ പറയുമായിരുന്നു, ഇളയവനല്ലേ, ജ്യേഷ്ഠനാണ് അനുജൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അമ്മ പറയും, എടാ മോനെ, അവൻ കുഞ്ഞല്ലേ, ഇളയവനല്ലേ, അവൻ്റെ കാര്യം കൂടി നോക്കേണ്ടത് ആ ജ്യേഷ്ഠൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. ഇനി ചട്പട് ചൂംചലാത്ത എന്ന് പറയുന്ന ഒരു പാരഗ്രാഫിൽ പറയുന്നത്, ചട്പടിന് വിഷമം വരും. എന്താണെന്നറിയോ, പക്ഷേ ഒന്നും പറയാറില്ല. അവന് പലപ്പോഴും ഈ സ്കൂളിൽ പോകുമ്പോൾ ഇവനിങ്ങനെ പുറേ താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കുന്നതൊക്കെ ചിലപ്പോൾ അവന് ഭയങ്കരമായിട്ട് വിഷമം വരും. പക്ഷെ അവനൊന്നും അനിയനോട് കാണിക്കാറില്ല. അനുജനെ അവൻ ശ്രദ്ധിച്ചിരുന്നു, എപ്പോഴും അവൻ്റെ അനുജനെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവനറിയാം ഈ നട്ഖഡ് വളരെ വികൃതിയാണ്,
വഴിയിലൂടെ നടക്കുന്ന ഇടങ്ങളിൽ കുളത്തിലെ മീനുകളെയും താറാവുകളെയും ഒക്കെ നോക്കി നിൽക്കും അവന്. ആൽമരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന വേരുകളിൽ തൂങ്ങിയാടും. അവൻ സമയം കിട്ടുമ്പോഴൊക്കെ എന്താണ്, ആൽമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ വേരുണ്ടല്ലോ അതിൽ വരെ ഇവൻ കിടന്ന് തൂങ്ങിയാടും. വയലിൽ ഇറങ്ങി എന്താ കഴിക്കാൻ എന്തെങ്കിലും, വയലിലൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ എന്താ ചെറിയ ഈ കായ്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ വയലിൻ്റെ സൈഡിലൊക്കെ കാണും. അതുവരെ അവൻ അത് കഴിക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യും, അവന് ചിലപ്പോൾ ഇറങ്ങി നോക്കുന്നത് കാണാവുന്നത്. എന്നിട്ടോ തോട്ടത്തിൽ കയറി അവൻ എന്തൊക്കെയാ മാങ്ങ, പേരയ്ക്ക എന്നിവ കൈവശപ്പെടുത്തും. തോട്ടിലൂടെ ഇരുകരങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുതിച്ചു ചാടും. പാലത്തിലൂടെ വേഗത്തിൽ മറികടക്കുന്നതിന് പകരം അതിൻ്റെ കൈവരിയിൽ പിടിച്ച് താഴെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കാറുണ്ട്. അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ഒരു ദിവസം ഈ നട്കഡ് കുസൃതിയുടെ പരിധി അങ്ങ് വിട്ടു. കുരുത്തം കെട്ടെന്ന് വെച്ചാൽ അങ്ങ് അറ്റത്തെ കുരുത്തം കെട്ട. ഒരു ദിവസം എന്താണ്, ഈ നട്കഡ് അവൻ്റെ കുരുപ്പങ്ങ് കൂടി അല്ലേ, കുസൃതി കൂടി, അത് പരിധി വിട്ടു. രണ്ടുപേരും സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയായിരുന്നു കേട്ടോ. നദിയുടെ മുകളിലെ പാലത്തിനരികിലെത്തിയപ്പോൾ ഈ നട്കഡ് ഇളയവനുണ്ടല്ലോ പാലത്തിൽ കയറാതെ, പാലത്തിൽ കൂടി ഇവൻ വരത്തില്ല, പാലത്തിൽ കയറാതെ താഴെ നദിക്കരയിലെത്തിയിട്ട് തൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന ബുക്കിൻ്റെ എല്ലാ പേപ്പർ വലിച്ച് കീറിയിട്ടുണ്ടല്ലോ വള്ളങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോന്നായിട്ട് ഈ വെള്ളത്തിൽ ഒഴുക്കാൻ തുടങ്ങി കേട്ടോ. ബുക്കിലെ പേപ്പറെല്ലാം വലിച്ചു കീറിയിട്ട് എന്താ വെള്ളത്തിൽ കൂടെ വള്ളം ഉണ്ടാക്കി വിടാൻ തുടങ്ങി. വള്ളങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി തുടങ്ങിയപ്പോൾ സന്തോഷത്തോടെ അവൻ കൈയടിക്കാൻ തുടങ്ങി. ഈ എന്താ കുരിപ്പ് പിടിച്ചവൻ എന്താണ്, പുസ്തകത്തിൻ്റെ പേപ്പർ വലിച്ചു കീറിയിട്ട് വള്ളങ്ങൾ ഉണ്ടാക്കി വിടുക. വള്ളം അങ്ങോട്ട് ഇങ്ങനെ കുണുങ്ങി വള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ അവിടെ നിന്ന് കൈകൊട്ടി ചിരിക്കുക അല്ലേ. അടുത്ത പാരഗ്രാഫിൽ എന്താവും നിങ്ങളെ പറയുന്നത്, പാലത്തിൽ കയറിയ ഈ ചട്പട് മൂത്തതാണേ. പാലത്തിൽ കയറിയ ചട്പട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ നട്കഡ് പുറകിലില്ലായിരുന്നു കേട്ടോ. ചട്പട് പേടിച്ചു പോയി. ദൈവമേ, എൻ്റെ കൂടി തുമ്പ വരെ ഉണ്ടായിരുന്നില്ല, ഇവന് ഇത് എവിടെ പോയില്ലേ. പെട്ടെന്ന് അവന് പേടിച്ചു. പുറകിലോട്ട് നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. അപ്പം എന്താ ചെയ്തു, കൈയടിക്കുന്ന ശബ്ദം കേട്ട് അവൻ താഴേക്ക് നോക്കിയപ്പോൾ നദീതീരത്ത് അവനെ കണ്ടു. താഴെ പാലത്തിൻ്റെ താഴെ നദിയുടെ അടിഭാഗത്ത് എന്താണ്, ഇവൻ അവിടെ നിന്ന് കൈകൊട്ടി അവിടെ നിൽക്കുന്നത് അല്ലേ, അവനെ കണ്ടു. ചട്പടിന് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. അനിയ, നീ അവിടെ താഴെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവരവിടെ നിന്ന് ഉറക്ക വിളിച്ചു പറയുക, എടാ നീ എന്തോടുക്കുക, അവിടെ നിന്ന് എന്തോടുക്കുക എന്ന് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു. നട്കഡ് ഞെട്ടി തിരിഞ്ഞു മുകളിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ബാഗ് എടുക്കാൻ പെട്ടെന്ന് ഇങ്ങനെ കുനിഞ്ഞു. ചേട്ടൻ അവിടെ നിന്ന് പറയടാ, നീ മര്യാദ കയറി വരുന്നുണ്ടോ അല്ലേ, കയറി വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇവനില്ല, ദേഷിച്ച് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞു. പെട്ടെന്ന് അവനെ കാൽ വഴുതി ആ വെള്ളത്തിലോട്ടങ്ങ് വീഴുന്നതാണ് കേട്ടോ. പെട്ടെന്നില്ല പേടിച്ച് ബാഗ് എടുക്കാൻ പറഞ്ഞപ്പോൾ എന്താണ്, കാൽ വഴുതി വെള്ളത്തിൽ വീണു. വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായിരുന്നു. അന്നേരം വെള്ളത്തിൽ നല്ല ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ. അന്നേരം എന്താ, ഈ നട്കലിന് നീന്താൻ അറിയില്ലായിരുന്നു. ഇളയ പൂക്കറി ചെറുക്കന് നീന്താൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. അവന് മുങ്ങിയും പൊങ്ങിയും ദൂരെയൊക്കെ പോകാൻ തുടങ്ങി. അവനെന്താ നീന്തൽ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവന് ചേട്ടൻ അങ്ങ് മുകളിൽ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അവന് കാണാം. പക്ഷേ ഇവൻ പെട്ടെന്നുള്ള വിളി കേട്ടപ്പം ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞതും കാല് തെറ്റി ആ വെള്ളത്തിലോട്ട് വീഴുന്നതാണ് കേട്ടോ. പെട്ടെന്ന് ആ കാൽ വഴുതി വെള്ളത്തിലോട്ട് വീഴുന്നു. ഇതെന്താ പെട്ടെന്നുള്ള വെള്ളത്തിൽ വീണപ്പം മുങ്ങിയും പൊങ്ങിയും ഒക്കെ മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ പോവുക. ചട്പടിൽ നീന്താൻ അറിയാമായിരുന്നു, പക്ഷെ മൂത്ത ആൾക്ക് നീന്താൻ അറിയാമായിരുന്നു കേട്ടോ. ചട്പടിന് നീന്താൻ അറിയാമായിരുന്നു. അവൻ വേഗം ബാഗ് പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ട് നദിയിലേക്ക് എടുത്തു ചാടി. കുറച്ച് ദൂരം അങ്ങോട്ട് നീന്തി കഴിഞ്ഞപ്പോൾ അവന് നട്കലിനെ പിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ചട്പട് അവനെ പെട്ടെന്ന് എന്ത് ചെയ്തു, കരയിൽ എത്തിക്കുന്നതാണ്. ഈ നട്കലിന് 2 അടി കൊടുക്കാനുള്ള ദേഷ്യം നമ്മുടെ ചട്പടിന് ഉണ്ടായിരുന്നു. ഈ ഇളയ പുറങ്ങാട്ടി ചെറുക്കൻ എന്താ നല്ല 2 എണ്ണം കൊടുക്കണമെന്ന് ഈ മൂത്ത പയ്യന് തോന്നി അല്ലേ, കാരണം അത്ര ദേഷ്യം വന്നു അല്ലേ. പക്ഷേ അനുജൻ്റെ പേടിച്ചുള്ള ആ മുഖം കണ്ടപ്പോൾ അല്ലേ, വെള്ളത്തിൽ വീണ് പേടിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ട് കയറി വന്നത് കണ്ടപ്പോൾ എന്താ, പെട്ടെന്ന് അവനൊരു സ്നേഹമാണ് അവനോട് തോന്നിയത്. ഇവ ഇല്ലയോ, പെട്ടെന്ന് അവനോട് സ്നേഹം തോന്നി. അവൻ നട്കലിൻ്റെ കൈ പിടിച്ച് അവൻ്റെ ബാഗും എടുത്തുകൊണ്ട് പാലത്തിലേക്ക് എത്തുന്ന ആ കയറ്റം അങ്ങോട്ട് മേപ്പോട്ട് കയറാൻ തുടങ്ങി. പാലത്തിലോട്ട് കയറിയും ഈ നട്കൽ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കേട്ടോ. ഇളയവൻ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ചട്പട് ചോദിച്ചു, നീ ഒഴുകി പോകാതെ ഞാൻ രക്ഷിച്ചില്ലേ, ഇനി എന്തിനാ നീ കരയുന്നത്, നീ എന്തിനാ കരയുന്നത്, നിന്നെ ഞാൻ രക്ഷിച്ചില്ലേ, ഇനി നീ എന്തിനാ കരയുന്നത്? നട്കഡ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടൻ വീട്ടിൽ പോയി എന്നെപ്പറ്റി അമ്മയോട് പരാതി പറയുമോ? ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങിയ കാര്യം ചേട്ടൻ വീട്ടിൽ പോയി അമ്മയോടോ വല്ലതും പറയുമോ?
എന്ന് ചോദിക്കാം, നീ ഒഴുകി പോകാതെ ഞാൻ രക്ഷിച്ചില്ലായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ വീട്ടിൽ പോയി എന്നെ പറ്റി അമ്മയോട് പരാതി പറയുമോ? അപ്പം ഞാൻ പരാതി പറഞ്ഞില്ലെങ്കിലോ? അപ്പം ചേട്ടൻ പറയുന്ന ശരി, ഞാൻ പരാതി ഒന്നും പറഞ്ഞില്ലെങ്കിലോ? നെറ്റ്കെട്ട് കരച്ചിൽ പെട്ടെന്നങ്ങ് നിർത്തി. എനിക്ക് കടലാസ് വള്ളങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല, നീ എനിക്ക് പഠിപ്പിക്കാമോ? അപ്പോൾ ഈ ചേട്ടന് ചട്കടിന് കടലാസ് കൊണ്ട് വള്ളം ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ പറയാം, നീ ഒരു കാര്യം ചെയ്യും, എന്നെ അത് പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാമോ? അതിനെന്താ? നെറ്റ്കളിന് പെട്ടെന്ന് സന്തോഷം വന്ന് എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, എന്നെ നീന്താൻ പഠിപ്പിക്കാമോ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് പോവുക, വീട്ടിലോട്ട് പോവുക. വീട്ടിൽ ചെന്ന് പറയുമോയെന്ന് ചോദിച്ചപ്പം ഇല്ല, പറയത്തില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പറയാതിരിക്കാൻ, നീ എനിക്ക് വള്ളം ഉണ്ടാക്കാൻ പഠിപ്പിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞ എന്താ, ശരി, ഞാൻ വള്ളം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം, എന്നെ നീന്താനും കൂടെ ഒന്ന് പഠിപ്പിക്കണേന്ന് കേട്ടോ, നീന്താൻ പഠിപ്പിക്കാമോ? അതിനെന്താ ഇന്ന് എന്താ ചട്പട് അനുജനെ അനുകരിച്ച് രണ്ടുപേരും കൂടെ അത് പറയുന്നതാണ്. എന്നിട്ട് രണ്ടുപേരും അന്നേരം ചിരിക്കാൻ തുടങ്ങി അല്ലേ? എന്താ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയ രണ്ടുപേരും അന്നേരം ചിരിക്കാൻ തുടങ്ങി. ബാഗ് എടുത്ത് പുറപ്പെടുന്നതിന് മുന്നേ വിഷമത്തോടെ ഈ ചട്പട് പറഞ്ഞു, എടാ നമ്മൾ നനഞ്ഞിരിക്കുമല്ലോ, ഇപ്പം ദേഹം മൊത്തം നനഞ്ഞിരിക്കുക. ഈ നനഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിൽ ചെന്നാലേ അമ്മ കണ്ടാൽ നനഞ്ഞത് എങ്ങനെയെന്ന് ചോദിക്കും. നമ്മൾ എന്തോ പറയും? നമ്മളിപ്പം നനഞ്ഞ് കുളിച്ച് വീട്ടിലോട്ട് പോവുക അല്ലേ, നനഞ്ഞ് വെള്ളത്തിൽ വീണ് നനഞ്ഞ് രണ്ടുപേരും നനഞ്ഞിരിക്കുക. ഇത് കാണുമ്പോൾ അമ്മ നമ്മളോട് ചോദിക്കും, മഴയില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും നനഞ്ഞെന്ന് ചോദിക്കത്തില്ലേ? അപ്പം നമ്മൾ എന്ത് പറയും? അപ്പം നട്കട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞ് എന്താണെന്നറിയാമോ, നമുക്ക് വേഗത്തിൽ അങ്ങ് ഓടിപ്പോവാം. ഓടിപ്പോകുമ്പോഴേ വസ്ത്രങ്ങൾ തനിയെ ഉണങ്ങിക്കൊള്ളും. നമ്മൾ ഓടിപ്പോകുമ്പോൾ കാറ്റടിക്കത്തില്ല കുഞ്ഞുങ്ങളെ, അവൻ്റെ ബുദ്ധി നോക്കിക്കോണം അല്ലേ. ഓടിപ്പോകുമ്പോൾ കാറ്റടിച്ച് നമ്മുടെ തുണി പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ട് നമുക്ക് ഓടിപ്പോകുമ്പോൾ വസ്ത്രങ്ങൾ കാറ്റടി കൊണ്ട് ഉണങ്ങും എന്ന് പറയാം. അങ്ങനെ അത് ശരിയാണ്. ബാഗ് പുറത്ത് തൂക്കിയിട്ടിട്ട് ചട്പട് പറഞ്ഞു, ശരി അത് ശരിയാ എന്ന് പറഞ്ഞു. നട്കട് തൻ്റെ ബാഗും എടുത്ത് ചേട്ടനൊപ്പം നിന്നിട്ട് ഓട്ടം തുടങ്ങാനുള്ള ആംഗ്യത്തോടെ പറഞ്ഞു, 1 2. നമ്മൾ ഓടാൻ തുടങ്ങുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓടാൻ തുടങ്ങുമ്പോൾ പറയത്തില്ലേ 1 2 3 എന്ന് പറയത്തില്ലേ? അങ്ങനെ അവർ പറഞ്ഞു, രണ്ടുപേരും എന്നിട്ട് ഓടി. ഓട്ടം മുന്നിലും പിന്നിലും ആയല്ല, പരസ്പരം കൈപിടിച്ച് അവർ ഒന്നിച്ചാണ് ഓടിയത്. തണുപ്പ് കാലം തുടങ്ങിയിട്ടില്ലായിരുന്നു, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലും. രണ്ടുപേരും ഉത്സാഹത്തോടെ ഓടി. തോടും തോട്ടവും വയലും ആൽമരവും കടന്ന് കുളം എത്തിയപ്പോൾ രണ്ടുപേരും തളർന്നു. ഓടി 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 അല്ലേ, ഒത്തിരി ദൂരെ പോകണമെന്ന് ആദ്യമേ പറയുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഓടി രണ്ടുപേരും തളർന്ന് അവിടെ നിന്നു കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, വസ്ത്രങ്ങൾ ഉണങ്ങിയല്ലോ അനിയ, ചട്പട് കിതച്ചുകൊണ്ട് എന്നാൽ സന്തോഷത്തോടെ പറയുന്നതാണ്, നമ്മുടെ തുണി ഉണങ്ങിയില്ലേ, എത്രയും കിടന്ന് നമ്മൾ ഓടി ഇവിടെ വരെ എത്തിയപ്പോൾ നമ്മുടെ തുണി ഇട്ടിരുന്ന ഡ്രസ്സ് ഉണങ്ങി കേട്ടോ. അതേ ചേട്ടാ, ശരിക്കും വസ്ത്രങ്ങൾ ഉണങ്ങി, നട്കട് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ നട്കട് കുളക്കരയിൽ തിളക്കമുള്ള ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. എന്താണ്, അവർ കുളത്തിൻ്റെ അവിടെ വരെ ഓടി, വീട്ടിൽ ചെന്നിട്ടില്ല കേട്ടോ, കുളത്തിൻ്റെ അവിടെ എത്തിയതേ ഉള്ളൂ. ഈ കുളക്കരയിൽ നല്ല തിളക്കമുള്ള ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. അവൻ അതെടുത്ത് എന്നിട്ട് കല്ല് ചരിച്ച് വെള്ളത്തിലേക്ക് വീശി ആ കുളത്തിലോട്ട്, ഈ നട്കടാണ് അല്ലേ, മൂത്തതാണോ ഇളയതാണ്? നട്കടാണ് കേട്ടോ, ഇളയ ആള്. ആ കല്ല് ചരിച്ച് പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് വീശി എറിഞ്ഞു. കല്ല് വെള്ളത്തിന് മുകളിലൂടെ തെന്നി തെന്നി ചാടി ദൂരേക്ക് പോയി. ഇത് കണ്ട മൂത്ത ആളായ ചട്പട് അതുപോലെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. പക്ഷേ അവൻ്റെ കല്ല് വെള്ളത്തിൽ ബ്ലിമ്മെന്ന് പറഞ്ഞ് താണങ്ങ് പോയി അല്ലേ. ചേട്ടന് കല്ല് ചാടിച്ചെറിയാൻ അറിയില്ലേ? അറിഞ്ഞുകൂടാ, നീ എന്നെ അതും കൂടി ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചട്പട് ചോദിക്കുന്നതാണ്. ഈ ഇളയ ആളെന്തെന്നറിയോ, ആ കല്ലെടുത്ത് വെള്ളത്തിൻ്റെ മുകളിലൂടെ, ചിലർക്ക് അങ്ങനെ എറിയാനറിയാം, വെള്ളത്തിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത് എറിയാനറിയാം. നമ്മളൊക്കെ എറിഞ്ഞാൽ എന്താ ബ്ലിം അല്ലേ. അപ്പം ഈ ഇളയ പറങ്ങാണ്ടി ചെറുക്കൻ അറിയാമായിരുന്നു അതല്ലേ. പക്ഷെ മൂത്ത ആൾക്ക് ഇതറിയത്തില്ല. പിന്നെന്താ, ഞാൻ പഠിപ്പിക്കാം. നട്കട് ശ്രദ്ധയോടെ കുനിഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് നമ്മുടെ ചട്പടിനെ കാണിച്ചിട്ട് പറഞ്ഞു, കല്ല് എല്ലാ കല്ലുകളും അങ്ങനെ പോകത്തില്ല, കല്ല് പരുപരുത്തതും ഭാരമുള്ളതും ആകരുത്, കല്ല് പരുപരുത്തതും ഭാരമുള്ളതുമാകരുത്. അതാകുമ്പോഴായി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കേട്ടോ. കനം കുറഞ്ഞതും മിനുസമുള്ളതുമായിരിക്കണം, എന്നിട്ട് ഇങ്ങനെ എറിയണമെന്ന് അവൻ കാണിച്ചു കൊടുത്തു. പക്ഷെ അപ്പോഴേക്കും ചട്പടിന്റെ ശ്രദ്ധ മാറിയിരുന്നു. അനിയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചട്പടിന്റെ ശ്രദ്ധ പെട്ടെന്ന് മാറിയിരുന്നു. കുളത്തിലെ വെള്ളത്തിൽ നീന്തുന്ന താറാവുകളിലേക്കായി അവന്റെ ശ്രദ്ധ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും കൊച്ചുകുട്ടികളല്ലേ, 5ലും 3ലും ഒക്കെ പഠിക്കുന്നതല്ലേ, ശ്രദ്ധ പെട്ടെന്ന് ഇങ്ങനെ മാറി 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 പോവുക അല്ലേ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുളത്തില് കുറെ താറാവുകൾ നീന്തുന്നതായിട്ടാണ്
പിന്നെ അവൻ്റെ ശ്രദ്ധ മാറിപ്പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, ഈ പാഠത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അവൻ്റെ ശ്രദ്ധ മാറിപ്പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ കുഞ്ഞിലെ സ്കൂളിൽ പോകുന്നതും അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറു കഥയായിട്ട് പറയുന്നതാണ്. എങ്ങനെയുണ്ട്? നല്ല കഥയല്ലേ അല്ലേ? അപ്പോൾ ഇതിനകത്തുള്ള കുറേ മീനിങ്ങുകൾ ഞാനിപ്പോൾ പറഞ്ഞ കുറേ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, ബാഗ് എന്ന് വെച്ചാൽ പൂന്തോട്ടം, ബഗീജ എന്നും പറയും കേട്ടോ, ബാഗ് ബഗീജ. ഇനി പോഖർ പോഖർ എന്ന് വെച്ചാൽ താലാബ് കുളം, നാല എന്ന് വെച്ചാൽ ചോട്ടാ ജൽ പ്രവാഹ്, ചെറിയ ചെറിയ ഇതിൽ വെള്ളം പോകത്തില്ല, തോട് നമ്മൾ പറയത്തില്ല, തോട് വയലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന തോട്, അതാ. ബർഗദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടവൃക്ഷം, വലിയ മരം, ബനിയൻ ട്രീ, ഇവിടെ ആൽമരം ബനിയൻ ട്രീ ആട്ടോ. ഓരോന്നും നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. പൂന്തോട്ടമുണ്ട്, ബഗീജ, താലാബ് കുളം, ചോട്ടാ ജൽ പ്രവാഹം എന്ന് വെച്ചാൽ തോടാണ്. വടവൃക്ഷം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബനിയൻ ട്രീ ആണ്. ആ മരത്തിൻ്റെ വള്ളിയിൽ അതിൻ്റെ വേറെ പിടിച്ചാണ് ഈ പയ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ആടുന്നത് ചിലപ്പോഴൊക്കെ അല്ലേ. പിന്നെ ഹിദായത് എന്ന് വെച്ചാൽ നിർദ്ദേശം കൊടുക്കുക. ദേരി എന്ന് വെച്ചാൽ വിലംബ്, കാലതാമസം. ഇന്ദസാർ കർണ എന്ന് വെച്ചാൽ പ്രതീക്ഷ കർണ, കാത്തു നിൽക്കുക. എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്നിട്ട് പരേശാൻ എന്ന് വെച്ചാൽ പരിഭ്രാന്തി ഉണ്ടാക്കുക, വ്യാകുലപ്പെടുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ല, വ്യാകുല പരിഭ്രാന്തി. പിന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുക, പരാതിക്കാണ് ശികായത്ത് എന്ന് പറയുന്നത്, പരാതി, ശികായത്ത് പരാതി, കംപ്ലൈൻറ്റ്. ബതക്ക് എന്ന് വെച്ചാൽ താറാവ്, ജഡ് എന്ന് വെച്ചാൽ വേര്, ചൂൽന എന്ന് വെച്ചാൽ ആടുക, പുൽ എന്ന് വെച്ചാൽ പാലമാണ്, പുല്ല്. അപ്പോൾ നമ്മളിത് ആ പുല്ലല്ല, പാലം എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. ടിക്കിന എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക. ബസ്ത എന്ന് വെച്ചാൽ സ്കൂൾ ബാഗ്. കാഗസ് കാ നാവ്, കാഗസ് എന്ന് വെച്ചാൽ പേപ്പറാണ് കേട്ടോ. കാഗസ് കാ നാവ് എന്ന് വെച്ചാൽ പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന തോണി, കടലാസ് തോണി കേട്ടോ. ധൂപ് എന്ന് വെച്ചാൽ വെയില്. ഗുസ്സ എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക. ബഹാവ് എന്ന് വെച്ചാൽ ഒഴുക്ക്. ഛട് എന്ന് വെച്ചാൽ പെട്ടെന്ന്. സുഖ്ന എന്ന് വെച്ചാൽ ഉണങ്ങുക. ഫാരി എന്ന് വെച്ചാൽ ഭാരമുള്ള. പാമ്പ് ഫിസൽന, കാൽ വഴുതുക. ടാംഗ്ന എന്ന് വെച്ചാൽ തൂക്കിയിടുക. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞ കഥയ്ക്കകത്തിലുണ്ട് അല്ലേ. പൂന്തോട്ടം, അവർ വരുന്ന വഴിയിൽ പൂന്തോട്ടവും കുളവും തോടും ആൽമരം ഒക്കെ ഉണ്ടെന്ന് ഫസ്റ്റ് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ആ അമ്മയുടെ നിർദ്ദേശം, മോനെ നിന്റെ ചേട്ടൻ ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് പോകണം, ചേട്ടൻ വേണോ അനിയനെ നോക്കാൻ എന്നൊക്കെയുള്ള നിർദ്ദേശം കൊടുക്കുന്നു. കാലതാമസം, പിന്നെ കാത്തു നിൽക്കുക, കംപ്ലൈൻറ്റ്, പരിഭ്രാന്തി, കംപ്ലൈൻറ്റ് അല്ലേ, താറാവ്, വേര്, ഇതിൻ്റെയൊക്കെ നമ്മൾ മലയാളം ഇപ്പോൾ പറഞ്ഞതാ. സ്കൂൾ ബാഗ്, കടലാസ് തോണി ഉണ്ടാക്കി, കാൽ വഴുതി അവൻ വീഴുന്നു അല്ലേ. വെയില്, ഓടിയാൽ നമ്മുടെ ഡ്രസ്സ് പെട്ടെന്ന് ഉണങ്ങും അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ദേഷ്യം, ഒഴുക്ക്, പെട്ടെന്ന്, ഇതൊക്കെ എഴുതിയെടുത്തോണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ 2 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ സ്കൂളിൽ തന്നോ എന്ന് എനിക്കറിയില്ല കുഞ്ഞുങ്ങളെ. അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിൽ ഞാൻ ആദ്യത്തെ 2 എണ്ണം ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവത്തക്ക രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ. ഓർ ബഡേ കോ തോ ചോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. മാം കെ ഇസ് കേട്ടോ. ഇസ് എന്നാണ് കുഞ്ഞുങ്ങളെ, ഇത് ഇച്ഛ എന്നല്ല, ഇസ് കേട്ടോ. ഇസ് കഥൻ സെ ആപ്പ് ക്യാ സമച്ഛത്തെ ഹേ. ഇത്രയും ചോദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ഒന്നാമത്തെ ചോദ്യമാണെന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് മുതിർന്ന ആള് തന്നെയാണ് അനുജന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അമ്മയുടെ ഈ പറച്ചിലിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അമ്മ പറയുന്നുണ്ടല്ലേ, അമ്മയുടെ ഈ പറച്ചിലിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് കേട്ടോ. അമ്മ പറയുന്നുണ്ട്, മുതിർന്ന ആൾ തന്നെയാണ് അനുജന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അമ്മയുടെ ഈ പറച്ചിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതാണ് നമ്മളോട് ചോദിച്ചത്. ആൻസർ പഠിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ പഠിക്കേണ്ട, ആൻസർ പഠിക്കണം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് മാം അപ്പനെ ചോട്ടെ ബച്ചേക്കാ. ഉത്തരവാദിത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, ഉത്തരദായിത്വം കണ്ടോ. ഉത്തരവാദിത്വം വേണം എന്നൊക്കെ നമ്മളോട് പറയത്തില്ലേ, അത് ഹിന്ദിയിൽ ഉത്തരദായിത്വ ബഡേ ബച്ചേ കോ ദേത്തി ഹേ. उससे बच्चों के मन में भाईचारा, നോക്കിയേ, भाईचारा का भाव बढ़ता है. വായിക്കാൻ പറ്റുന്നുണ്ടോ?
ഉണ്ടോ? മാം അപ്പനെ ചോട്ടെ ബच्चे का उत्तरदायित्व बड़े बच्चे को देती है, उससे बच्चों के मन में ഭായിചാരാ കാ ഫാവ് ബിട്ടാഹേ. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതായത് അമ്മ തൻ്റെ ഇളയ മകൻ്റെ ഉത്തരവാദിത്വം മൂത്ത മകനെ ഏൽപ്പിച്ചു എന്നാണ്. അമ്മ തൻ്റെ ചോട്ടെ ബച്ചേക്ക ഉത്തരവാദിത്വം, ഇളയ മോൻ്റെ ഉത്തരവാദിത്വം ബെഡേ ബച്ചേക്കോ മൂത്ത മകൻ്റെ കയ്യിൽ മൂത്ത മകനെ ഏൽപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇളയ മകനെ എന്ന് വെച്ചാൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കൊടുത്തു അല്ലേ. ഉസ്സേ ബച്ചോങ്കെ മൻമേ ഫായിച്ചര. അതെന്താ? ഇതുകൊണ്ട് എന്താണ്? അവരുടെ സഹോദര സ്നേഹം ആ കുട്ടികളിൽ അപ്പോൾ ഉണ്ടാവും. മനസ്സിലായോ? അവർ തങ്ങളിൽ ഇപ്പം അങ്ങനെയുള്ള ഉണ്ടോ നിങ്ങൾ? ആർക്കെങ്കിലും ആരോടെങ്കിലും സ്നേഹം ഉണ്ടോ? എവിടാ? ഇല്ലയോ? ഇപ്പം ആർക്ക് സ്നേഹം? പണം ഉണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടല്ലേ. അത്രയേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അതിപ്പോൾ അമ്മയും മക്കളും ആയാലും അമ്മയെടുത്ത് മകനോ മകളോ എന്തെങ്കിലും കാര്യത്തിനൊന്ന് പൈസയോ എന്തെങ്കിലും ഒന്ന് ചോദിച്ചില്ല എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഇല്ല മോനെ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ എന്തൊരു ദേഷ്യമായിരിക്കും ആ മകനെ അമ്മയോടെന്നറിയാമോ? അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ ഇപ്പം അല്ലേ. സത്യമാ. 100 എണ്ണത്തിൽ ഏതെങ്കിലും 2 3 എണ്ണം കാണും, അല്ലാതുള്ള ബാക്കിയുള്ള എല്ലാം അതൊക്കെ തന്നെ. കാലം മാറി അല്ലേ. ഓക്കെ, നിങ്ങളെ അടുത്ത 2ാമത്തെ ചോദ്യം നട്കഡ്. അത് ഞാൻ മൊത്തം എഴുതിയില്ല, കാരണം ഓൾറെഡി നിങ്ങളുടെ ഈ ടെസ്റ്റിൽ ഉണ്ടല്ലോ. ഈ നട്കഡ് കുച്ച് സ്യാദാ ഹി നട്കഡ് ഹേ ഐസാ ക്യോം കഹാ ഗയാ ഹേ. അങ്ങനെ ഒരു ചോദ്യം 2ാമത്തേതുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിയോ നിങ്ങളെ. ഞാൻ 2 എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിൽ പറ. ഞാൻ 2 എഴുതിയിട്ടുള്ളൂ കേട്ടോ. എന്തായിരിക്കും നോക്കിക്കേ. രാസ്തേസെ വായിക്കാൻ അറിയണമെങ്കിൽ 9ാം ക്ലാസ് ആണെങ്കിലും ഞാൻ വായിക്കുന്നത് 5, 6ന്റെ സ്റ്റാൻഡേർഡ് വെച്ചാണ് ഞാൻ വായിക്കുന്നത്. ഓരോ അക്ഷരവും എടുത്താണ്. രാസ്തേസെ चलते समय नटखट पोखर के पानी की मछलियों और पतंगों പതങ്കെന്ന് വെച്ചാൽ ബതക്ക് എന്ന് വെച്ചാൽ എന്താ? ബതക്ക് ഡക്ക് നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ. മച്ചലി എന്ന് വെച്ചാൽ എന്താ? ഫിഷ് അല്ലേ. ദേക്കർ രൂക്താഹേ. എന്താ നിങ്ങളെ? രാസ്തേസെ ചലത്തെ സമയ, അതെന്ന് വെച്ചാൽ ഈ വഴി രാസ്തേ വഴിയിലൂടെ ചലത്തെ വഴിയിലൂടെ നടക്കുന്ന സമയത്ത്, രാസ്തേ വഴിയിലൂടെ ചലത്തെ നടക്കുന്ന സമയത്ത് എന്താണ് ഈ നട്കഡ് കുളത്തിലെ പാനിക്കെ മച്ചലിയും കുളത്തിലെ മീനുകളെയും താറാവുകളെയും നോക്കി നിൽക്കാറുണ്ട്. ദേക്കർ രൂക്താഹേ. മനസ്സിലായോ? വഴിയിലൂടെ നടക്കുന്ന സമയത്ത് രാസ്തേസെ ചലത്തെ സമയ ഈ നട്കഡ് പോക്കർ കെ പാനി കെ മച്ചലിയോ. ഈ പോക്കർ എന്ന് വെച്ചാൽ താലാബ്. ഈ പോക്കർന്ന് പഠിക്കാൻ പാടുണ്ടെങ്കിൽ അവിടെ താലാബ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. താലാബ് കെ പാനി കി മച്ചലിയാം ഓർ ബദക്കേം ദേക്കർ രൂക്താഹേ. എന്തോത്തിനെ നിങ്ങളെ? മീനുകളെയും താറാവുകളെയും ഒക്കെ നോക്കി നിൽക്കാറുണ്ട്. പോകുന്ന വഴിയിലെ കാര്യങ്ങളാണ്. പിന്നെയോ വർഗത് കി ജഡേ പക്കടുക്കർ ചൂൽത്താഹേ. ഇനിയോ വയലിൽ ഇറങ്ങി കഴിക്കാനുള്ള സാധനങ്ങൾ അവൻ എടുക്കാറുണ്ട്. ഖേത്തുമേ ജാക്കർ ഖാനെ കി ചീസേം ഖോജ്താഹേ. ബാഗ് സേ ആം ഓർ അമരൂദ് തോട്ടാഹേ. ഇനി അത് മാത്രമല്ല, അവൻ എന്താ തോട്ടത്തിൽ നിന്നും മാങ്ങയും പേരയ്ക്കയും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഖേത്ത് ഖേത്ത് മീൻസ് വയലിൽ നിന്നും എന്താണ് ജാക്കർ ഖേത്ത് കി അല്ല ഖാനെ കഴിക്കാൻ വേണ്ടി ഖേത്തുമേം ജാക്കർ ഖാനെ കി ചീസേം ഖോജ്തേ ഹേ. ബാഗ് സേ ആം ഓർ അമരൂദ് തോട്താ ഹേ. ഐസി എന്താ ശരാരത്തേം ദേഖർ ഇസ് പ്രകാർ കഹാ ഗയാ ഹേ. അതായത് ഈ കുസൃതികൾ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുസൃതികൾ കണ്ടിട്ടാണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യത്തിൽ നമ്മുടെ നട്കഡ് വലിയ കുസൃതിക്കാരനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആ ചോദ്യം കേട്ടോ. നിങ്ങളെ 2ാമത്തെ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മുടെ നട്കഡ് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ ഭയങ്കര കുസൃതിയാണ്. അവൻ എന്തൊക്കെ കുസൃതിയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വഴിയിലൂടെ നടക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുന്നു? വഴിയിലൂടെ നടക്കുന്ന സമയത്ത് നട്കഡ് കുളത്തിലെ മീനുകളെയും താറാവുകളെയും നോക്കി നിൽക്കാറുണ്ട്. വയലിലിറങ്ങി കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. തോട്ടത്തിൽ നിന്ന് മാങ്ങയും പേരയ്ക്കയും ഒക്കെ പറിച്ചെടുക്കാറുണ്ട്.
ഈ കുസൃതികൾ കണ്ടിട്ടാണ് എന്താണ് നട്കഡ് വലിയ കുസൃതിക്കാരനാണെന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സെൻറ്റൻസ് ആയിട്ട് കണ്ട നിങ്ങൾ ഇങ്ങനെ തന്നെ വരി തിരിച്ച് ഇങ്ങനെ വരി തിരിച്ച് എഴുതി പഠിക്കാമെങ്കിൽ 5 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. വരി തിരിച്ച് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. മനസ്സിലായോ? നട്കഡിനെ കുറിച്ചൊക്കെ ആണ് എഴുതിയേക്കുന്നത്. നട്കഡിനെ കുറിച്ചൊക്കെ എഴുതാൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ തന്നെ അങ്ങ് എഴുതിയാലും മതി കേട്ടോ. ഇതിൽ ഇത്രയും മതി കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി എഴുതി പറഞ്ഞു തന്നപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ആണെങ്കിൽ കമൻറ്റ് പറ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.